ഇന്നലെ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഹ്വാനമനുസരിച്ച് ഒരു മാർച്ച് നടത്തി സമ്മേളിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിലുള്ള വലിയൊരു സമരമായിരുന്നു അത്. കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതി വിഹിതങ്ങളോ സാമ്പത്തിക വിഹിതമോ ഒന്നും അനുവദിക്കാതിരിക്കുക, പുതിയ ഒരു പദ്ധതികളും കേരളത്തിന് അനുവദിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലുള്ള സ്ഥാപനങ്ങൾ വിറ്റു തുലക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി വളർത്തിയെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിക്കുന്നില്ല. അങ്ങനെ ആകെ നോക്കിയാൽ കേരളത്തോട് ഒരു പ്രതികാര മനോഭാവമാണ് BJP ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് വെച്ച് പുലർത്തുന്നത്. അത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നൊരു വിഷയമാണ്. കേരളം ഒരു വലിയ വളർച്ചയുടെ രംഗത്താണ്, ഒരു വികസന കുതിപ്പിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് അതിവേഗത്തിൽ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. അതിദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങൾ അതിവേഗത്തിൽ അതിൽ നിന്ന് മുക്തി നേടുകയാണ്. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് 0.7% അതിദരിദ്രർ കേരളത്തിലുള്ളത്. അവരെ കൂടി പ്രത്യേകമായി അതിദരിദ്ര ജനവിഭാഗത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഫലപ്രദമായ നടപടികൾ കേരളത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ വീട് കൊടുക്കാൻ ലൈഫ് പദ്ധതിക്ക് രൂപം കൊടുത്ത് ആ പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 2 വർഷം പൂർത്തിയാകുമ്പോഴേക്കും പൂർണ്ണമായും നേരത്തെ അനുസരിച്ച് ലഭിച്ചിട്ടുള്ള കണക്കനുസരിച്ച് 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഭവനം നൽകി ഭവനരഹിതരില്ലാത്തൊരു കേരളമാകും. സ്വാഭാവികമായും അങ്ങനെ വന്നാലും കുറേ കുടുംബങ്ങൾ വിഭജിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും ചിലരൊക്കെ ഉണ്ടായേക്കാം. അത് അടുത്ത പദ്ധതിയിൽ പെടേണ്ട കാര്യമാണ്. തൊഴിൽ മേഖലയിൽ വലിയ സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരിക, ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുക, വില നിലവാരം പിടിച്ചു നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഐക്യവും വളർത്തിയെടുക്കുക, സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ പെൻഷനുകളെല്ലാം ഫലപ്രദമായി നടപ്പിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യഥാവസരം നിർവഹിക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം, സാമ്പത്തിക സഹായം, പദ്ധതി വിഹിതങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിന് അനുവദിച്ചേ പറ്റൂ. ഇതിനോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. GST നടപ്പിലാക്കിയതോടുകൂടി എല്ലാ നികുതി വരുമാനങ്ങളും കേന്ദ്രം കൈയടക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ ആ നികുതിയിൽ കേരളത്തിന് ലഭിക്കുന്ന വിഹിതം 25 പൈസയാണ്. എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വരുമാനങ്ങളും കേന്ദ്രം കൈയടക്കുക, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക. സംസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടാലേ യൂണിയൻ ഭരണം ശക്തമാകൂ. അതുകൊണ്ട് ഒരു ഫെഡറൽ സംവിധാനം ശക്തിപ്പെടണമെങ്കിൽ സംസ്ഥാനങ്ങൾ ശക്തിപ്പെടണം, അതിനനുസരിച്ച് കേന്ദ്രവും ശക്തമാകും. ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം, വിഹിതം, പദ്ധതി വിഹിതം, പുതിയ പദ്ധതികൾ ഇവ നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഒട്ടനവധി നിവേദനങ്ങൾ നടത്തി. മന്ത്രിമാർ ഡൽഹിയിൽ ചെന്ന് നിവേദനം കൊടുത്ത് ചർച്ച ചെയ്തു, പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ കേരളത്തിൻ്റെ പദ്ധതി വിഹിതങ്ങൾ അനുവദിക്കാനോ സഹായങ്ങൾ തരാനോ ഉള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല.